റിജി ലൂക്കോസ്, ഇവിടെ ഈ ചികിത്സാ പിഴവുകളെ സർക്കാർ സംവിധാനമടക്കം ആരോഗ്യമേഖലയടക്കം ആരോഗ്യവകുപ്പടക്കം സുതാര്യമായല്ല സമീപിക്കുന്നതിന് എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അന്വേഷണം പ്രഖ്യാപിക്കും, അന്വേഷണം ഏതോ വഴിക്കങ്ങ് പോകും. ആ അന്വേഷണം നടത്തിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുത്തേണ്ട നവീകരണങ്ങളെക്കുറിച്ച് ഒന്നും സംഭവിക്കാതിരിക്കുകയും ഈ സംഭവങ്ങൾ ഇവിടെ തുടർക്കഥയാവുകയും ചെയ്യുമ്പോൾ അത് വാർത്തയാക്കുന്ന മാധ്യമങ്ങളുടെ പിഴവാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനെ ആ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസിലേക്ക് ഇറങ്ങി പരിഹരിക്കാനുള്ള ആത്മാർത്ഥ ശ്രമങ്ങളല്ലേ ഉണ്ടാവേണ്ടത് റജി ലൂക്കോസ്? ഹാഷ്മി, ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഒഴിച്ചുള്ള ഒരൊറ്റ വ്യക്തിയും പിന്നെ മോഡേൺ സയൻസിലോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രവുമായിട്ട് ഇതിൽ വൈദഗ്ധ്യം നേടിയ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സർജൻ ഈ ചർച്ചയിലില്ല, ആ ഡോക്ടർ ഒഴിച്ച് വേറെ ആരും തന്നെ ഈ ചർച്ചയിലില്ല. ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വിദഗ്ധമായ രീതിയിൽ അഭിപ്രായം പറയാവുന്നത് നമ്മളെപ്പോലുള്ളവർക്കെല്ലാം റെഫറൻസിലൂടെയും കേട്ടറിവിലൂടെയും മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഹാഷ്മി മനസ്സിലാക്കേണ്ട വസ്തുത പറയാം. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഇത്തരം ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത്ര അനേകം ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളെന്നുള്ളതിലേക്ക് എനിക്കൊരു വളരെ അടുത്തറിയാവുന്ന വിദഗ്ധനായ ഒരു സർജനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് വന്നത്. ഈ ചർച്ചയിലും ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ നടക്കുന്ന ഇത്തരം ചർച്ചകളിൽ വാസ്തവം പറയുന്നതിൻ്റെ വിരോധാഭാസങ്ങളുടെ ആകത്തുകയാണ് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഓരോ ദിവസവും ആ മോഡേൺ സയൻസ്, ആധുനിക വൈദ്യശാസ്ത്രം ഓരോ ദിവസവും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിസർച്ച് ചെയ്തുകൊണ്ട് ചികിത്സ ആയാസരഹിതമായി മാറ്റുന്നതിനും ചികിത്സ ഏറ്റവും ഫലപ്രദമായി മാറ്റുന്നതിനും പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കുന്ന സർജറി ആണെങ്കിലും മറ്റ് ചികിത്സയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ വൈദ്യശാസ്ത്രം ലോകവ്യാപകമായിട്ട്. അപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാലിൽ വെക്കേണ്ട കമ്പി കയ്യിൽ വെച്ചെന്നുള്ള റിപ്പോർട്ടർ, ആ ഡോക്ടർ എൻ്റെ അടുത്ത് അത്ഭുതത്തോടെ സംസാരിച്ച് ഈ പറയുന്ന രോഗിയോ അല്ലെങ്കിൽ ഇത് വിമർശിക്കുന്നവർ എന്ത് വൈദഗ്ധ്യം നേടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, നേരത്തെ ആ ഡോക്ടറോട് സൂചിപ്പിച്ചു, അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാനത് കോട്ട് ചെയ്യാൻ കാരണമുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുമ്പൊക്കെ സർജറി എന്ന് പറയുന്നുണ്ടെങ്കിലും വളരെ ഓപ്പണായിട്ട് സർജറി ചെയ്ത ഭാഗങ്ങളെല്ലാം വെളിയിൽ കാണത്തക്ക രീതിയിലാണ് സർജറി, അത് അവസാന നിമിഷം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിൻ്റെ സർജറി ചെയ്യുന്ന ഭാഗങ്ങൾ കഴിവതും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എടുക്കുന്ന മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇത്തരം ടെക്നോളജികൾ. അപ്പോൾ അത്തരം ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം സർജറി നടത്തുമ്പോൾ അത് നേരത്തെ ചെയ്ത് ഇങ്ങനെ തെറ്റായിപ്പോയി ഇപ്പോഴാണോ ഈ കമ്പി കയറ്റണമെന്നൊക്കെ പറയുന്ന രോഗി പറയാമെന്ന് പറഞ്ഞാൽ ആ രോഗിയെ നമ്മൾ ഇതുപോലത്തെ ചർച്ചകളിലൂടെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുവാണ്. എന്തെങ്കിലും പെശക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ പെശകാണ്, പെശകില്ലെങ്കിൽ പോലും ഡോക്ടറുടെ പെശകാണ്, അതുകൊണ്ട് നിങ്ങളതിനെ വിമർശിക്കണമെന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചതിൻ്റെ തിക്താനുഭവമാണ് ഇപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. തെറ്റുപറ്റിയ വിമർശിക്കണം, ഒരു സംശയമില്ല കാര്യത്തിൽ, അത് വിമർശന വിധേയമാക്കണം. ഞാൻ നിങ്ങളോടൊരു കണക്ക് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചികിത്സയിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രദേശങ്ങളിലൊന്ന് കേരളമാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നമ്മൾ നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗവും നമ്മുടെ വൈദ്യശാസ്ത്ര രംഗവുമാണ്. ആധുനിക വൈദ്യശാസ്ത്രം കേരളം വിദേശ രാജ്യങ്ങളെ പോലെ കിടപിടിക്കുന്ന രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കഴിവ് ആരുടെയാണ്? നമ്മുടെ വൈദ്യശാസ്ത്ര ഫിഷക്കന്മാരുടെ, നമ്മുടെ ഡോക്ടർമാരുടെയാണ്, അതിവിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെയാണ്. തെറ്റുകൾ പറ്റാം, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇന്ന് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമായൊരു വാർത്തയാണ്. എങ്ങനെയാണ് രോഗി തീരുമാനം എടുക്കുന്നത് തൻ്റെ ശരീരത്തിൽ സർജറി എടുത്ത് തെറ്റാണെന്നുള്ളതും? അങ്ങനെയാണ് ആ രോഗിക്ക് സുഖം ചികിത്സിച്ചാൽ പോരെ? ആ ഡോക്ടർ എന്നോട് പറഞ്ഞപ്പോൾ അത് 1-2 മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും എളുപ്പത്തിൽ വീണ്ടും തോന്നാനുള്ള കാരണം എന്താണ്? കൈ ഓപ്പൺ ചെയ്യാതെ കണ്ട് ആ കറക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കാൻ തോന്നാനുള്ള കാരണം എന്താണ്? രാത്രി വന്ന മറ്റൊരു സർജറിക്ക് രാത്രി അടിയന്തരമായി തയ്യാറാവണം എന്ന് പറയുകയാണ്. ഈ ഡോക്ടർ രോഗിയോട് പറഞ്ഞത് പ്രകാരം അല്ലാതെ ഈ പാവം രോഗിക്ക് എന്തെങ്കിലും അറിയാവോ? അടിയന്തരമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വേദന തിന്നു കിടന്ന രോഗി തിരിച്ചു ചോദിച്ചു, അപ്പൊ ഈ ഓപ്പറേഷൻ ശരിയാണെന്ന് ചോദിച്ചു. അങ്ങനെ നിങ്ങൾക്ക് സൗകര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടെ പോയി എന്ന് ഒരു പാവം അമ്മ പറയാന്നേ. അതിനെങ്ങനെയാണ് നിങ്ങൾ കള്ളമെന്ന് പറയുന്നത്? അവരെന്തിനാണ് വെറുതെ എങ്ങനെ പറയേണ്ടത്? അവർക്ക് എന്താണ് ലക്ഷ്യം? അല്ല, അമ്മ ഇതിനകത്ത് ഹാഷ്മി ഞാനത് പൂർത്തിയിരിക്കട്ടെ. ആ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മയുടെ വേദന, മകന് വരുന്ന ഏതൊരു വിഷമങ്ങളും ഏതൊരു അമ്മയുടെയൊക്കെ ഉണ്ടാകുന്ന വികാരത്തോടെ അമ്മ പറഞ്ഞ് ആ അമ്മ ഇതിനകത്ത് ഞാനൊന്നും പഠിക്കത്തില്ല. ആ അമ്മയുടെ മനസ്സിൽ മാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഡോക്ടറുടെ പെശകാന്ന് അമ്മ വിധി എഴുതി. അത് അമ്മയുടെ കുഴപ്പമില്ല, നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഇത്തരം ചില മെസ്സേജുകളാണ് അതിന് കാരണം. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരൊറ്റ സർജറി കൊണ്ട് തന്നെ ശരീരം മുഴുവൻ കൃത്യമായിട്ട് വരുമെന്ന് നിങ്ങളെ ആരാ പഠിപ്പിച്ചത്? എത്രയോ അടിയന്തര സർജറികൾ 10-40 തവണ സർജറി ചെയ്തെങ്കിൽ മാത്രമായിട്ട് റിക്കവർ ചെയ്യുന്ന എത്രയോ ആക്സിഡൻറ്റും അപകടങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒറ്റ സർജറി കൊണ്ട് തീരും. അടിയന്തര ശസ്ത്രക്രിയകൾ സ്വാഭാവികമായിട്ടുള്ള നടപടി ആ ഡോക്ടറുടെയും ആ ഹോസ്പിറ്റലിൻ്റെയും
പിന്നെ ഡെഡിക്കേഷനെയാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രോഗി പറയുവാണ് നിങ്ങൾ നേരത്തെ നടത്തിയ സർജറി തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മറ്റൊരു പ്രത്യേകത, ഞാനൊരു ചർച്ചയിൽ പങ്കെടുത്താണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഒരു കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പിന്നെ കൈവിരൽ 6-ാം വിരലിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പ്രവേശിപ്പിച്ചപ്പോൾ ഒരു ഡോക്ടർ ടങ് ടൈ എന്ന് പറയുന്ന പ്രതിഭാസം കട്ട് ചെയ്ത് കളഞ്ഞു. അതൊരു സർജറി പോലുമല്ല, അത് 5-6 ഏതാണ്ട് 10 സാർ അതിനെ ന്യായീകരിക്കല്ലേ സാർ? ഇതിനെ ഇങ്ങനെ പച്ചയായി ന്യായീകരിക്കുമ്പോഴാണല്ലോ താങ്കൾ ഈ പറയുന്ന ഓർത്തോ വിഭാഗത്തിന്റെ ശാസ്ത്രീയ വിശദീകരണങ്ങൾ കള്ളമാണ് ജനം തോന്നുന്ന കാരണം എന്താണ്? ഒരു കൺസെന്റും ഇല്ലാതെ അത് സർജറിയാണേ, അല്ല ടങ് ടൈ ചുമ്മാ എന്താണ് കത്തിലെടുത്ത് കട്ട് ചെയ്ത് വിടുവല്ലോ. ഒരു 4 വയസ്സായ കുഞ്ഞാണ്, ഒരു സർജറിയാണ്, അതിലെ ഡോക്ടർക്ക് പറ്റിയത് പിഴവാണ്. അതിനെ പിഴവെന്ന് അംഗീകരിക്കുമ്പോഴല്ലേ സാർ നിങ്ങൾ ഈ പറഞ്ഞ മറ്റേ സൈഡിൽ സത്യമുണ്ടോ എന്ന് ജനത്തിന് തോന്നുള്ളൂ. അല്ല അതിനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക, ആ സസ്പെൻഷൻ അധാർമികമാണ്, ധൃതി പിടിച്ചതാണെന്ന് ന്യായീകരിക്കുക, വെള്ളം പൂശുക, എന്തിനാണ് ഇതിന് ആവശ്യം? ഞാൻ പറയുന്നത് നമ്മൾ വിദഗ്ധരില്ലാത്ത ഒരു മേഖലയെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് അഭിപ്രായം പറയുന്നതിന് തെറ്റാണ്. അല്ല ആ ഡോക്ടർ തന്നെ പറയുന്നു പിഴവ് പറ്റിയതാണെന്ന്, ആ ഡോക്ടർ തന്നെ മാപ്പ് പറയുന്നു, ആ ഡോക്ടർ തന്നെ എഴുതി കൊടുക്കുന്നു, പിന്നെ അങ്ങനെയൊക്കെയാണോ അറിയുന്നത്? ലൂക്കോസ് ഹാഷ്മി, ഞാൻ അതിലേക്കാണ് വരുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അങ്ങനെ ഒരു പെശക് പറ്റിയെന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട്, മിനിസ്റ്റർ ഇടപെട്ട് റിപ്പോർട്ട് അടിയന്തരമായിട്ട് സ്വീകരിക്കുകയും ആ ഡോക്ടറെ സ്പോട്ടിൽ സസ്പെൻഷൻ നടത്തുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് വസ്തുതകളെല്ലാം പുറത്തു വന്നത്. മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ടിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ് കറക്റ്റ്, അതെല്ലാം കണ്ണടച്ചുകൊണ്ട് വിമർശിക്കാൻ എന്നുള്ളത് ശരിയല്ല. ഒരുപക്ഷെ ഡോക്ടറുടെ ഭാഗത്ത് തെറ്റുപറ്റിയായിരിക്കാം, അത് ഞാനും അംഗീകരിക്കുന്നു, അതിലൊരു തർക്കമില്ല, അതല്ലേ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചേ. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രി ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളെ കഴിഞ്ഞ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 50-55 വർഷമായിട്ട് നമ്മൾ നേടിയെടുത്ത ഈ വൈദ്യശാസ്ത്ര രംഗത്തെ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഈ നേട്ടത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഈച്ചയടിച്ചിരിക്കുന്ന കുറെ ഹോസ്പിറ്റലുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ ലോബി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ വസ്തുതയാണ്. അതിന് സംഭാവനയുണ്ട്. അമ്മ എന്തോ പത്മിനി അമ്മ എന്തോ പറയാൻ വന്നു. ഞാനിത് പൂർത്തീകരിക്കട്ടെ, പറഞ്ഞോട്ടെ. അമ്മയ്ക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഞാൻ ഒരു വാചകം കഴിഞ്ഞ് നിർത്തിക്കണോ? നിൽക്കൂ. കഴിഞ്ഞ ഈ സർക്കാർ, ഈ കേരളം ഭരിച്ചിരിക്കുന്ന മുഴുവൻ, ഞാൻ പൂർത്തീകരിക്കുക, കേരളം ഇതുവരെ ഭരിച്ചിട്ടുള്ള എല്ലാ ഗവൺമെന്റുകൾക്കും വൈദ്യശാസ്ത്ര രംഗത്തെ അപ്ഡേഷന് വേണ്ടിയിട്ട് അതിന്റെ ആധുനികവൽക്കരണത്തിൽ അതിൻ്റെതായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിനകത്ത് രാഷ്ട്രീയം പറയുന്നത് ശരിയില്ല. പക്ഷേ കഴിഞ്ഞ 8 വർഷമായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുന്ന പരിവർത്തനങ്ങളും നേട്ടങ്ങളും ആധുനികവൽക്കരണവും നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് തീർക്കാൻ പറ്റത്തില്ല. അതിനെയെല്ലാം തകർത്തുകൊണ്ട് ഇപ്പൊ സ്വകാര്യ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ബലിയർപ്പിക്കാതെ കണ്ട് ഈ പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും 6-ാം വിരലിന് ഓപ്പറേഷൻ നടത്താൻ പോയ ഒരു 4 വയസ്സുകാരി കുഞ്ഞിന് നാവിന് സർജറി ചെയ്തതിന് വാർത്ത കൊടുക്കുന്നതും ചർച്ചയാക്കുന്നതും സ്വകാര്യ ലോബിക്ക് വേണ്ടി ഓശാന പാടാനാണെന്നൊക്കെ കരുതിയ കഷ്ടം. ഞാൻ എത്താം റജി.